ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? അപ്പോൾ അതേ ഇന്ന് നമുക്ക് രാവിലെ അടയാണ്. അട പുഴുങ്ങുന്നത് ഇന്ന് ഞാൻ ഈ രീതിയിലാണ്. അരിപ്പൊടിക്കകത്തിട്ട് തേങ്ങയും ശർക്കരയും പിന്നെന്തുവാ ഏലക്കയൊക്കെ പൊടിച്ചതും എല്ലാം കൂടെ ആവശ്യം ഉപ്പിട്ട് ഇളക്കി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി മാറ്റി വയ്ക്കാം. തണുത്തിന് ശേഷം നല്ലപോലെ കുഴച്ച് നമുക്ക് അട ഉണ്ടാക്കാവേ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് മറ്റേ രീതിയിൽ അട ഉണ്ടാക്കുമ്പോഴത്തേക്ക് മധുരമുള്ള ഭാഗമൊക്കെ കഴിക്കും, ബാക്കി അവിടെ വെച്ചേക്കുവേ. ഇതാകുമ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും മധുരമൊക്കെ ആവും. അപ്പോഴത്തേക്ക് അത് ഫുള്ള് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെല്ലാം ഓരോന്ന് നമുക്ക് പരത്തി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കത്തെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോന്ന് എടുത്ത് അങ്ങോട്ട് വെച്ച് അട പുഴുങ്ങിയെടുക്കാവേ. അപ്പോഴത്തേക്ക് ഇനിയിപ്പം നമുക്കിന്ന് വാഴച്ചുണ്ട് തോരനും മത്തങ്ങ എരിശ്ശേരിയും കൂടെ വെക്കാമെന്ന് വെച്ച് പയറൊക്കെ വെള്ളത്തിൽ ഒടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, എരിശ്ശേരിക്കുള്ള കഷ്ണവും മത്തങ്ങയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അരപ്പ് ചേർത്ത് അതൊന്ന് കടുക് തളിക്കാനായിട്ട് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് തേങ്ങയും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ചതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ആ എരിശ്ശേരി ഒരു വേറെ ടേസ്റ്റാണ് അതിന്. അപ്പോഴത്തേക്ക് അതായിട്ടുണ്ടായിരുന്നു. നമുക്ക് തോരൻ വയ്ക്കാനുള്ള എന്താ പറയുക, വാഴച്ചുണ്ടായിരുന്നു അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മുതിര വെന്തിരിക്കുമായിരുന്നേ. അപ്പോൾ അതുകൂടെ ചേർത്ത് അരപ്പൊക്കെ ചേർത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതും വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.